السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ومن يقل بالطبع أو بالله فذاك كفر عند أهل الملة. حكم القول بالطبع أو بالله. പിന്നെ നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഫ്ആലിൽ ഒരുവനായിരിക്കുക എന്ന തൗഹീദിന്റെ മൂന്നാമത്തെ പാർട്ട്. റാത്തിൽ ഒരുവനാകുക, സിഫാത്തിൽ ഒരുവനാകുക, അഫ്ആൽ. ഈ അഫ്ആലിൽ ഒരുവനാകുക എന്ന് പറഞ്ഞതിൽ ഇഖ്തിയാരിയായ ഫീല് എന്നോ ഇർത്തിറാറിയായ ഫീല് എന്നോ വ്യത്യാസമില്ലാതെ എല്ലാം അതുമിൽ നിന്ന് വുജൂദിലേക്ക് വരലാവുന്ന ഹൽക്ക് ഈജാദ് ചെയ്യുന്നത് അള്ളാഹു മാത്രമാണ്. വേറെ ആർക്കും അതിൽ ഷെയർ ഇല്ല. ഈ മുക്കല്ലഫനും അതിൽ ഷെയർ ഇല്ല. അല്ലാത്ത പ്രകൃതിപരമായിട്ടോ ഇല്ലത്ത് സംബന്ധമായിട്ടോ ഒന്നുമില്ല. എന്നാൽ ഇല്ലത്ത് ആദി ഉണ്ട്, സബബ് ആദി. ഇല്ലത്തല്ല, സബബ് ആദി. സബബ് ആദി എന്ന് പറഞ്ഞാൽ അതിന് തഫ്സീറൊന്നുമില്ല. ഇത് ഉണ്ടാവുമ്പോഴാണ് മറ്റേ ഉണ്ടാകരുതെന്ന് മാത്രം. അദത്തുല്ലാഹിൽ ജാരി അങ്ങനെയാണ് പറഞ്ഞു. ഇനി പിഴച്ച കൂട്ടര് മൂന്നുണ്ട്. അതിൽ 2 കൂട്ടര് ശുദ്ധ കാഫറാണ്, ഷിർക്ക് ചെയ്തതിന്റെ പേര്. മൂന്നാമത്തെ കൂട്ടര് മുബത്തദിയത്താണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സലഫു സാലിഹീങ്ങളുടെ വിശ്വാസം വിട്ട് സ്വയം നിർമ്മിച്ച വിശ്വാസത്തിലേക്ക് പോയതുകൊണ്ട് അവർ മുബത്തദിയ. 2നെ പറ്റി ഈ ബൈത്ത് പറയുന്നത്. മൂന്നാമത്തെ കൂട്ടര് മറ്റേ അടുത്ത ബൈത്തിൽ പറയും. വമൻ യഖുൽ, ഏതെങ്കിലും ഒരു വ്യക്തി പറയാന്നല്ല വിശ്വസിച്ചാൽ, ഈ സംഗതികളൊക്കെ ഉണ്ടാവുന്നത്, അഫ്ആലുൽ ഇബാദുകളൊക്കെ ഉണ്ടാവുന്നത് പ്രകൃതിപരമാണ്, തബിയത്ത് കൊണ്ടാണ് എന്നോ ഔ ബിൽ ഇല്ലത്തി, അല്ലെങ്കിൽ ഇല്ലത്ത് താമത്തായിട്ടാണെന്നോ പറയുന്നുണ്ട്. ഈ 2 പറഞ്ഞാലും ഫദാക്ക, ഈ കൗല് എന്ന് പറഞ്ഞാൽ ഈ കൗല് പറഞ്ഞവൻ, യഖുൽ എന്ന് പറഞ്ഞതിന്റെ മസ്തർ കൗല് എന്ന് അർത്ഥം. ആ കൗല് കുഫുറുൻ, ശുദ്ധ കുഫ്രിയത്താണ്, നല്ല ഷിർക്കാണത്. അപ്പൊ അത് ചെയ്തവൻ മുശ്രിക്കാം. ആരെടുക്കൽ? എന്താ? അഹ്ലുൽ മില്ലത്തി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഹ്ലുകാരുടെ അടുക്കൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പ്രകൃതിപരമാണെന്നോ കാരണം കൊണ്ടാണെന്നോ പറഞ്ഞാൽ, കാരണമാണ് ഉണ്ടാക്കുന്നത് തഫ്സീർ ചെയ്തത് എന്ന് പറഞ്ഞാൽ, അവൻ മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവൻ ശുദ്ധ മുശ്രിക്കും കാഫറുമാവുന്നു. വഴിപിഴച്ച ആളുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കൂട്ടർ പറഞ്ഞു. ഏതുപോലെ കൽ ഫലാസിഫത്തി, ഫിലോസഫർമാര്, പഴയ ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്ന ഈ യൂനാനി ഫൽസഫക്കാര്, ഗ്രീക്ക് ഫിലോസഫർമാര്, അവരുടെ പഴയ കാലത്തെ വിശ്വാസമാണ് എന്തുകൊണ്ട് പ്രകൃതി കൊണ്ടാണ് തഫ്സീർ. അള്ളാഹു തആലാന്റെ ഖദീമായ ഖുദ്റത്ത് കൊണ്ട് തഫ്സീർ ചെയ്യല്ല അഫ്ആലുൽ ഇബാദില്, മറിച്ച് പ്രകൃതിപരമാണ് എന്ന് പറഞ്ഞു. ഐ അത്തബിയത്തി വൽ ഹഖീഖത്തീൻ, ഒരു വസ്തു അതിന്റെ പ്രകൃതിയാൽ ഉണ്ടാകുകയാണ്, പ്രകൃതിയാൽ ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ യഖൂല, ഈ ഫലാസിഫത്ത് പറയുന്നു, ഇന്നൽ അശ്യാ അൽ മദ്കൂറത, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇഖ്തിയാരിയായ അഫ്ആലുകൾ. ഇഖ്തിയാരിയായ അഫ്ആലുകളെല്ലാം തുഅസ്സിറു ബിതബഇഹാ, അതിന്റെ പ്രകൃതി കൊണ്ട് തന്നെയാണ് തഫ്സീർ. എന്നാൽ ഭക്ഷണത്തിന്റെ പ്രകൃതിയാണ് വിശപ്പ് മാറ്റുക എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ പ്രകൃതിയാണ് ദാഹം മാറ്റുക എന്ന് പറയുന്നത്. തീയിന്റെ പ്രകൃതിയാണ് കരിക്കുക എന്നറിയുന്നത്. കത്തിയുടെ പ്രകൃതിയാണ് വെട്ടിയാൽ മുറിയുക എന്നറിയുന്നത്. ഇങ്ങനെ ഈ പറയുന്ന സബബുകളൊക്കെ തബീഅത്ത് കൊണ്ട് തന്നെ തഫ്സീർ ചെയ്യുന്നു എന്ന് പറയുന്നു. അതും അല്ലെങ്കിൽ ഇനി ഒന്നിച്ചതിനെ പറ്റി പറയും. ഔ യഖുൽ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു തന്നെ വിശ്വസിച്ചു, ബിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട അസ്ബാബുകളൊക്കെ തഫ്സീർ ചെയ്യുന്നത് ഇല്ലത്ത് താമത്ത് എന്നുള്ള ആൾക്കാണ്. അപ്പൊ തബീയത്ത് കൊണ്ടാണെന്നോ ഇല്ലത്തായിട്ടാണെന്നോ പറഞ്ഞു. ഇന്നൽ അശ്യാ ഇല്ലത്തുൻ എന്ന് പറഞ്ഞാൽ മേൽ പറയപ്പെട്ട ഈ സബബുകൾ ഉണ്ടല്ലോ, നമ്മൾ ആദ്യ സബബ് എന്ന് പറഞ്ഞാൽ ആ വസ്തുക്കള് സബബാണ്. ഈ ഉജൂദ് ചെയ്യും ഒരു വസ്തു ഉണ്ടാകുന്നതിന് സബബാണ്. എങ്ങനെ? ഇല്ലത്ത് താമത്തായ പിന്നെ ഇഖ്തിയാറില്ല. ഈ ഫലാസിഫത്ത് അങ്ങനെ ചെയ്യണം വിശ്വസിക്കുന്നത്. അള്ളാഹു തആല അജിസാണെന്ന് വരൂല. അങ്ങനെയാൽ ഇഖ്തിയാർ വേണമെന്നും തീരുമാനിക്കാനും വേണ്ടെന്ന് തീരുമാനിക്കാനും ഇഖ്തിയാർ ഉണ്ടാവില്ല അള്ളാഹു തആലക്ക്. അപ്പൊ അള്ളാഹു തആലക്ക് ഖുദ്റത്തും ഇല്ല,
ഇഖ്തിയാറുമില്ല എന്നുള്ള അർത്ഥം വരും. ഇല്ലത്താണെന്നത് എന്താ, ഇല്ലത്ത് താമത്ത് എപ്പോഴുണ്ടോ അപ്പോൾ മഅലൂൽ ഉണ്ടായിരിക്കും. ഇല്ലത്ത് താമത്തിനെ തൊട്ട് മഅലൂൽ പിന്തുക എന്നത് മുഹാലാണ്. അപ്പൊ ഈ സംഗതികളൊക്കെ ഇല്ലത്താണ് എന്ന് പറഞ്ഞാൽ ആ സംഗതികൾ ഉണ്ടാവുമ്പോ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കാനും കഴിയുക, അള്ളാഹ്ക്ക് ഉണ്ടാവണ്ട എന്ന് ഉദ്ദേശിക്കാനും കഴിയുക. അപ്പൊ അള്ളാഹു തആല ഫായില് മുഖ്താറല്ല, മറിച്ച് ഇല്ലത്ത് താമത്താണ്. ഇല്ലത്ത് താമത്താണെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഫായില് മുഖ്താറല്ല. അപ്പൊ അള്ളാഹു തആലക്ക് വേണ്ട നിൽക്കാനും കഴിയൂല, വേണം നിൽക്കാനും കഴിയൂല. അങ്ങനെ ഇഖ്തിയാറും ഖുദ്റത്തും ഇല്ലാത്ത ഒരു സാധനമായിട്ട് അള്ളാഹു തആല ആ ഇമ്മെന്ന് വരുന്നതാണ് ആലം ഖദീമാണ് എന്നുള്ള വാദം. എന്തുകൊണ്ട് ഈ ആലം അള്ളാഹ് ശ്രദ്ധിച്ചതാണെന്ന് അവർ പറയും. ഏതർത്ഥത്തിന്? ഈ ആലത്തിന്റെ ഇല്ലത്ത് താമത്താണ് അള്ളാഹു തആല. അപ്പൊ ഇല്ലത്ത് താമത്തിനെ തൊട്ട് മഅലൂൽ പിന്തൂല. അപ്പൊ അള്ളാഹ് ഖദീമാണ്, തുടക്കമില്ലാത്തവനാണ്. അപ്പൊ ആലമും ഖദീമാണ്. എന്തുകൊണ്ട്? ഖദീമായ അള്ളാഹു തആല ഇല്ലത്ത് താമത്താണെങ്കിൽ ആ ഇല്ലത്തിന്റെ മഅലൂലും ഖദീമാവണ്ടേ? അപ്പൊ ആലം ഖദീമാണ് എന്ന വിശ്വാസമാവുന്ന കുഫ്രിയത്തിൽ പോകുന്നത് ഇല്ലത്താണ് എന്ന വിശ്വാസത്തിൽ വന്ന് വരുന്നതാ. ഇത് നമ്മൾ വഹാബി പറയുന്ന കാര്യം കണ്ട ബന്ധമല്ല കേട്ടോ. ഇനി അടുത്ത് പറയും. ഇത് ഫലാസിഫത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ വുജൂദിൽ സബബാവുന്നതാ അപ്പൊ പിന്നെ രണ്ടും ഒന്ന് തന്നെയല്ലേ? ഒന്ന് ഇല്ലത്ത്, ഒന്ന് തൊബ. അല്ലല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വൽ ഫർഖു ബൈന തഅ്സീരി ത്വബഈ വ തഅ്സീരിൽ ഇല്ലത്തി, പ്രകൃതിപരമായിട്ട് തഅ്സീർ ചെയ്യുക എന്നതിന്റെയും ഇല്ലത്ത് കൊണ്ട് തഅ്സീർ ചെയ്യുക എന്നതിന്റെയും ഇടയിൽ എന്താ വ്യത്യാസം? രണ്ടും വ്യത്യാസമുണ്ട്. സംഗതി വൈസ്തറക്കാഫി അതിൽ ഇഖ്തിയാരി, ഇല്ലത്തായാലും അള്ളാഹു തആലക്ക് ഇഖ്തിയാറില്ല എന്ന് വരും, ത്വബിയത്തായാലും അള്ളാഹു തആലക്ക് ഇഖ്തിയാറില്ല എന്ന് വരും. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അമ്മ തഅ്സീർ ബിൽ ഇല്ലത്തി അല്ല, അന്ന എന്താണത്? ബൈന വൽ ഫർഖു ബൈന തഅ്സീരി ത്വബഈ വ തഅ്സീരിൽ ഇല്ലത്തി അന്ന തഅ്സീറ ബിത്വബഈ, പ്രകൃതിപരമായി തഅ്സീർ ചെയ്യണമെങ്കിൽ യതവഖഫു, ആ തഅ്സീർ തവഖുഫാവുന്ന നിർത്തപ്പെടും അല വുജൂദി ശർത്തി വന്ദിഫാൽ മാനി, ഷർത്തുകളൊക്കെ ഉണ്ടാവുക, മാന് ഇല്ലാതിരിക്കുക. ഇത് ഒക്കുമ്പോഴേ തബിയത്ത് കൊണ്ടിട്ട് ഒരു വസ്തു തഅ്സീർ ചെയ്യുള്ളൂ. ഇപ്പോ തീയിന്റെ തബിയത്താണ് കരിക്കല്, ഭക്ഷണത്തിന്റെ തബിയത്താണ് വിശപ്പ് മാറ്റല്, ഭക്ഷണത്തിന്റെ വെള്ളത്തിന്റെ തബിയത്താണ് ദാഹം മാറ്റല് എന്നിങ്ങനെ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ തീ കൊണ്ട് കരിയണമെങ്കിൽ അതിന് ചില ഷർത്തുകളുണ്ട്. ആ ഷർത്ത് ഒക്കുകയും വേണം, കരിയുന്നതിന് തടയുന്ന മാന് ഇല്ലാതിരിക്കുകയും വേണം. ഭക്ഷണം വിശപ്പ് മാറ്റാനുള്ള ഷർത്തൊക്കണം, അതിനെ തൊട്ട് തടയുന്ന മാന് ഇല്ലാതിരിക്കുകയും വേണം. ഇങ്ങനെ ഷർത്ത് ഷുറൂത്തുകൾ ഒക്കുകയും മാനെ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴേ തബിയത്ത് തഅ്സീർ ചെയ്യുള്ളൂ. അത് രണ്ടുകൊണ്ട് ഷുറൂത്തുകളൊക്കെ ഒത്ത് മാനെ ഇല്ലാതിരുന്നാൽ പിന്നെ അള്ളാഹ്ക്കല്ല ആർക്കും ഇഖ്തിയാറില്ല, അത് തന്നെ വന്നോളൂ. എന്നാൽ ഏതുപോലെ ഇഹ്റാഖ് എന്ന് പറയാ, കരിക്കുക, തീ കരിക്കുക എന്നത് ബിന്നിസ്ബത്തിൽ നാരി, തീനെ സംബന്ധിച്ച് കരിക്കുക എന്നതിന് ചില ഷർത്തുകളുണ്ട്, മാനി ഇല്ലാതിരിക്കലും വേണം. കരിക്കപ്പെടുന്ന വസ്തു തീയിൽ സ്പർശിക്കണം എന്ന ഷർത്തുണ്ട്. എന്നതുപോലെ ഈ ത്വാമ് വിശപ്പ് മാറ്റണമെങ്കിൽ ഈ ത്വാമ് അവൻ കഴിച്ച് അവന്റെ വയറ്റിലെത്തണം എന്ന ഷർത്തുണ്ട്. അതോടുകൂടി ഈ തീയിൽ തൊട്ട സാധനം നനവില്ലാതിരിക്കണം. നനവുള്ളതിനെ കരിക്കാൻ തീയിന് കഴിയൂലല്ലോ. അപ്പൊ തീയിൽ തൊടുകയും വേണം, അത് ഷർത്ത്. നനവില്ലാതിരിക്കുകയും വേണം, അത് മാന്യം. നനവ് കാരണം മാന്യം. അപ്പൊ മാന്യം ഇല്ലാതിരിക്കുകയും ഷർത്ത് ഉണ്ടാവുകയും ചെയ്യുമ്പോഴേ തബിയത്തനുസരിച്ച് തഅ്സീർ ചെയ്യുള്ളൂ. എന്നാൽ അമ്മ തഅ്സീർ ബില്ലില്ലത്തി, ഇല്ലത്ത് കൊണ്ടാണ് തഅ്സീർ തന്നെ രണ്ടാമത്തെ കൗലനുസരിച്ചോ ഇല്ലത്താവുമ്പം ഇല്ലത്ത് താമത്തിനെ തൊട്ട് മഅലൂല് ഒരു സാഹചര്യത്തിലും പിന്തൂല. എപ്പോൾ ഇല്ലത്ത് താമത്തുണ്ടോ അപ്പോൾ മഅലൂൽ ഉണ്ടായിരിക്കും. തഅഖുർ ചെയ്യാൻ കഴിയില്ല. അവിടെ ഷർത്തും വേണ്ട, മാനിന്റെ ഇന്തിഫാവും വേണ്ട, ഒന്നും വേണ്ട. ബൽ കുല്ലമാ വുജിദത്തിൽ ഇല്ലത്തോ, എവിടെ ഇല്ലത്ത് താമത്ത് എത്തിച്ചോ വുജിദൽ മഅലൂലു, അവിടെ മഅലൂൽ എത്തിച്ചിരിക്കും.
ഉദാഹരണം പറഞ്ഞതുപോലെ ഹർക്കത്തിൽ ഹാത്തമി ബിന്നിസ്ബത്തിൽ ഹർക്കത്തിൽ ഇസ്ബായ്. ഒരാള് കയ്യിന്റെ വിരലുമേൽ ഒരു മോതിരിട്ട്, ഈ മോതിരിട്ട കയ്യിന്റെ വിരൽ ഓനിങ്ങനെ ഇളക്കി. ഇളക്കണിപ്പോ ഏത് ഇളക്കണുള്ളൂ? കയ്യിന്റെ വിരലേ ഇളക്കണുള്ളൂ. പക്ഷെ കയ്യിന്റെ വിരൽ ഇളക്കുമ്പോ കയ്യിന്റെ വിരലുമേലുള്ള മോതിരം ഇളകാൻ നിൽക്കുവോ? അപ്പൊ ഈ മോതിരം ഇളകുക എന്നതിന്റെ ഇല്ലത്ത് വിരലിളകുക എന്നുള്ളതാണ്. അപ്പൊ വിരൽ ഇളകുമ്പോൾ വിരലിലിട്ട മോതിരം ഇളകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അസംഭവ്യ. അത് അനങ്ങിയിരിക്കും, താഹുർ ചെയ്യാൻ കഴിയാൻ. അവിടെ പിന്നെ പ്രത്യേകിച്ച് ഷർത്തും ഫർദും ഒന്നുമില്ല. ഇല്ലത്ത് മഅലൂലും ഒന്നിച്ച് മുഖ്തരിനായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇല്ലത്ത് എപ്പോണ്ടോ അപ്പോഴൊക്കെ മഅലൂലുണ്ടാവും. ഇല്ലത്തിനെ തൊട്ട് മഅലൂല് പിന്തൂരാണ്, മുഖാരിനായിട്ടേ വരുള്ളൂ. മറ്റോടത്ത് അങ്ങനെയല്ല. തബിയത്തിനെ തൊട്ട് താഖുർ വരാം. ഇതുകൊണ്ട് ചിലപ്പോൾ ഷർത്തില്ലാത്തത് കൊണ്ടാവാം, ചിലപ്പോൾ മാന് ഉള്ളത് കൊണ്ടാവാം. അത് അവലാൽസമോ ഇഖ്തിറാൻ തബിയത്ത് അതിനൊത്തുമായിട്ട് മുഖാറിനത്ത് ലാസിമില്ല. എന്തുകൊണ്ട്? ചിലപ്പോൾ ഈ മത്ബൂ തബിയത്തിനെ തൊട്ട് പിന്തും ഷർത്തില്ലാത്തത് കൊണ്ട്, അവ ഇന്തിഫാൽ മാനി അല്ലെങ്കിൽ മാനിയ ഇന്തിഫാൽ മാനിയ ഉള്ളത് കൊണ്ട്, മാനിയ ഉണ്ട് അപ്പോ മത്ബൂ താഖുർ ചെയ്യും. അല്ലെങ്കിൽ ഷർത്ത് ഇല്ല എന്നാലും എന്താവും? താഖുർ ചെയ്യും. അപ്പൊ ഈ ഷർത്ത് ഉണ്ടാവുക മാനി ഇല്ലാതിരിക്കുക എന്ന ഷർത്തോട് കൂടിയേ ഇല്ലത്ത് തസ്സീർ ചെയ്യുള്ളൂ. അല്ല, ഇല്ലത്ത് സോറി ഇല്ലത്തല്ല, തബിയത്ത് തസ്സീർ ചെയ്യുള്ളൂ. ഇങ്ങനെ ഷർത്തുണ്ടാവുക എന്നയോ മാനി ഇല്ലാതിരിക്കുക എന്നയോ ഉപാധിയൊന്നും എവിടെ ഇല്ല? ഇല്ലത്ത് താമത്തിന്റെ അവിടെ ഇല്ല. ഇല്ലത്ത് താമത്ത് എപ്പോഴുണ്ടോ അപ്പോഴൊക്കെ മഅലൂലും ഉണ്ടാവും, താഖുർ ചെയ്യുക. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. ഒന്നിരിക്കൽ കൊണ്ട് ഷർത്ത് മൻ യഖുൽ എന്ന് പറഞ്ഞോട്ട് മന്നിലേക്ക് മടക്കുക. മൻ ഏതെങ്കിലും ഒരുത്തൻ യഖുൽ ഓം പറഞ്ഞു, ഫദാക്കാൻ ആ മന്ന് ആ പറഞ്ഞ ചങ്ങാതി, അങ്ങനെ മന്നിലേക്ക് ലമീർ മടക്കുക. അത് അവതാക്കൽ കായിലു എന്ന് കൊടുത്ത് ആ കായിൽ കുഫറാണ് എന്ന് പറഞ്ഞാൽ കുഫർ മസ്തർ പറഞ്ഞിട്ട് ഇസ്മഫായിൽ പോടാത് കാഫിറുന്ന്. അങ്ങനെ സെയ്ദുൻ അദിലു എന്ന് പറയും പോലെ, സെയ്ദുൻ അദിലു എന്ന് പറഞ്ഞാൽ അർത്ഥം സെയ്ദുൻ ആദിലു എന്നാണല്ലോ. എന്നതുപോലെ കുഫറു എന്ന് പറഞ്ഞാൽ കാഫിറുന്ന്. അനി അല്ലെങ്കിൽ ഇറാഫത്ത് കൊടുത്തിട്ട് ദൂ കുഫ്രിൻ അങ്ങനെയും വെക്കാം. ഫദാക്ക അവനാവുന്നത് കുഫറാണ് എന്ന് പറഞ്ഞാൽ ദൂ കുഫ്രിൻ, കുഫർ ഉടയവനാണ്. ബിൽ ഇസ്തിഖാഖ് അങ്ങനെ സ്വാഹിബിന്റെ മനക്കുള്ള. ഇനി അത് വേണ്ട, കുറച്ചുകൂടി നല്ല പറയാം. എന്ന ഇഷാറത്തിന്റെ ഇസ്മിന്റെ മർജയിലേക്ക് ആവാൻ പറ്റും. ഖൗലി എന്ന് പറഞ്ഞൊരു മസ്തറിലേക്ക്. ആ മസ്തറോടേന് അൽ മഫൂം മിൻ യഖുൽ. യഖുൽ എന്ന മുദാരിഅ ഫീൽ അറിയിക്കുന്ന ഒരു മസ്തർ ഉണ്ടല്ലോ, ഖൗല് എന്ന്. ആ ഖൗലിലേക്ക് മടക്കുക, അതാണ് എളുപ്പം. ഫൽഹംദു ളാഹിറുൻ അലാ മഅന ഫഖൗലുഹു കുഫ്റുൻ എന്ന് വന്നു. അപ്പറഞ്ഞ ഖൗല് കുഫറാണ്. അപ്പോഴെ ദൂഹുരി എന്നൊന്നും വെക്കണ്ട, കുഫറാണ്. ഖൗല് കുഫറാണെങ്കിൽ ഖായില് കാഫിറാവും. അപ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫയകൂനുൽ ഖായിലു ബിഹി, ഈ കുഫ്രിയത്താവുന്ന ഖൗല് പറയുന്നവനാവും കാഫിറൻ. ഖൗല് കുഫർ, ഖായില് കാഫിർ. എന്താ കാരണം കാഫിറാകാനും? ലിഅന്നഹു ഈ ഖായില് അസ്ബത ശരീക, ഒന്ന് അല്ലാഹു തആലാന്റെ പുറമെ അഫ്ആലുകളിൽ ശരീക്കുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് തബിയത്താവുന്ന ശരീക്ക്, മറ്റൊന്ന് ഇല്ലത്താവുന്ന ശരീക്ക്. അപ്പൊ ഹൽക്ക് ചെയ്യുന്നത് അള്ളാഹു അല്ല, ഈ ശരീക്കാവുന്ന തബിയത്താണ്. അതല്ലെങ്കിൽ ശരീക്കാവുന്ന ഇല്ലത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന് അഫ്ആലിൽ ശിർക്ക് വെച്ചു, അതുകൊണ്ട് കാഫിറാവും. അതോടുകൂടി മറ്റൊരു കുഫ്രിയത്തിന്റെ കേസും കൂടി അതിന്റെ ഉള്ളിലുണ്ട്. വൽ അജ്സി ലില്ലാഹി തആലാ, വൽ അജ്സി ലില്ലാഹ്, അള്ളാഹു തആല അജ്സാണ്. കാരണം എന്താ? ഇല്ലത്തിനെ തൊട്ടിട്ട് മഅലൂൽ തഅഖുർ ചെയ്യൽ മുഹാല. മുഹാലിൽ അള്ളാഹു തആലാന്റെ ഖുദ്റത്ത് തഅല്ലുഖ് ചെയ്യില്ല, മുംകിനിലല്ലേ തഅല്ലുഖ് ചെയ്യുള്ളൂ. അപ്പൊ അള്ളാഹു തആലാന്റെ ഖുദ്റത്ത് തഅല്ലുഖ് ചെയ്യാത്തത് കൊണ്ട് ആ വിഷയത്തിൽ അള്ളാഹു തആല ആജിസാണ്. അള്ളാഹു തആല ആജിസാണെന്ന് പറഞ്ഞാൽ ഗഫറാവൂലേ? ഇങ്ങനെ ഇല്ലത്ത് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നോ തബിയത്ത് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നോ രണ്ട് പറഞ്ഞാലും അവൻ കാഫിറാണ്. ആ പറഞ്ഞ ഖൗല് കുഫറാണ്. തആലല്ലാഹു അൻ സാലിക, രണ്ടിനെ തൊട്ടും, അള്ളാഹു തആല ശരീക്ക് ഉണ്ടാകുന്നതിനെ തൊട്ടും അള്ളാഹു തആലാക്ക് അജ്സ് വരുന്നതിന് തൊട്ടും മേലെയായിരിക്കുന്നു. അത് കുഫ്രിയത്തിന്റെ വാദാണ്. എന്താ ജമീ അഹ്ലിൽ മില്ലത്തി എന്നായി മില്ലത്തുൽ ഇസ്ലാം, ഇസ്ലാം ദീനിലെ എല്ലാ ഫിർഖത്തിന്റെ അടുക്കലും
തബിയത്ത് കൊണ്ടോ ഇല്ലത്ത് കൊണ്ടോ ആണ് തഫ്സീർ എന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വരും, കുഫറും വരും. ശിർക്ക് വരുന്നത് അഫ്ആലിൽ ശരീക്ക് ആണ് എന്ന് വെച്ചിട്ടാ, കുഫർ വരുന്നത് അള്ളാഹുവിന്റെ ആജിസ് ആണെന്ന് വിശ്വസിച്ചിട്ടാ. ഇനി മില്ലത്ത് പറഞ്ഞ എന്താ? വൽ മില്ലത്തു വദ്ദീനു വശരിയത്തു, ഈ മൂന്ന് ലഫ്ളുകളും മില്ലത്ത് എന്ന് പറഞ്ഞാലും ദീന് എന്ന് പറഞ്ഞാലും ശരീഅത്ത് എന്ന് പറഞ്ഞാലും ഇബാറത്തുൻ അൻ അഹ്കാമി ശർഇയ്യ, ഷറയിൽ നിന്നിട്ട് അറിയപ്പെട്ട അഹ്കാമുകൾക്കാണ് പറയാം. അപ്പൊ ഷറഇയ്യായ അഹ്കാമുകൾ എന്ന് തന്നെയാണ് മില്ലത്തിന്റെ അർത്ഥവും ദീനിന്റെ അർത്ഥവും ശരീഅത്തിന്റെ അർത്ഥം. അപ്പൊ ഈ മൂന്ന് കലിമത്തുകളും മുത്തഹിദത്തും ബിദ്ദാത്ത് മാനയിൽ രണ്ട് അസലിൽ ഒന്ന് തന്നെ. പക്ഷെ ഈ മൂന്ന് കലിമത്തുകളും മുഖ്തലിഫത്തും ബിൽ ഇഅ്തിബാർ, ഇഅ്തിബാരിയായ ഫർക്കുണ്ട്. മില്ലത്ത് എന്ന് പറയുമ്പോൾ പരിഗണിക്കുന്നതല്ല ദീന് എന്ന് പറയുമ്പോൾ പരിഗണിക്കുന്നത്. ഇത് രണ്ടും പറയുമ്പോഴല്ല ശരീഅത്ത് എന്ന് പറയുമ്പോൾ പരിഗണിക്കുക. എങ്ങനെ ഔഡിയ പറഞ്ഞാള് ലിഅന്നൽ അഹ്കാമ ശർഇയ്യ, ശർഇയ്യായ അഹ്കാമുകൾ മിൻ ഹൈസു ഇന്നഹാ, ഈ അഹ്കാമുകൾ തുംല, അതിനെ ഓതി കേൾപ്പിക്കപ്പെടും എന്ന നിലക്ക്. എന്തിനു വേണ്ടി? ലിത്തുങ്കല, മറ്റുള്ളവരിലേക്ക് നക്കലി ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഓതപ്പെടുന്നതാണ് എന്ന അർത്ഥത്തിൽ മില്ലത്ത് എന്ന് പറയും. തുംല ആയതുകൊണ്ട് മില്ലത്ത് എന്ന് പറയും. അപ്പോ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നിട്ട് സഹാബത്തിലേക്കും പാരായണം ചെയ്യപ്പെട്ടുകൊണ്ട് തലമുറയായി പാരായണം ചെയ്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് എന്ന അർത്ഥത്തിൽ മില്ലത്ത് എന്ന് പറയും. വമിന്നൈസു ഇന്നഹാ യുതദയ്യനു ബിഹാ, ഈ അഹ്കാമു ശരീഅത്ത് കൊണ്ടിട്ട് ഇബാദത്ത് ചെയ്യപ്പെടുമെന്നർത്ഥം. അയ്യുതഅബ്ബദു ബിഹാ, ഫർളായ കാര്യങ്ങൾ ഫർളായിട്ടും ഹറാമായ കാര്യങ്ങൾ ഹറാമായിട്ടും സുന്നത്തായിട്ടും കറാത്തായിട്ടും വായിട്ടും അനുസരിക്കപ്പെടുന്നു. അങ്ങനെ തഅബ്ബുദ് ചെയ്യപ്പെടുന്നു എന്ന അർത്ഥത്തിൽ ദീന് എന്നും. അപ്പൊ ദീന് എന്ന് പറഞ്ഞാലും ശരീഅത്ത് അല്ല മില്ലത്ത് പറഞ്ഞാലും ഒന്നാ. ഇനി ഈ അഹ്കാമു ശരീഅത്ത് അതിനെ ശറഅക്കപ്പെട്ടുവാനായി ബയ്യനഹ, അതിനെ ജനങ്ങൾക്ക് ബയാൻ ചെയ്തു കൊടുത്തത് അശ്ശാരിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബയാൻ ചെയ്തു കൊടുത്തതാണ്, അല്ലെങ്കിൽ അള്ളാഹു തആല ബയാൻ ചെയ്തു കൊടുത്തതാണ്. ഹഖീഖിയായ ശാരിയ അള്ളയാണ്. അതിന്റെ ഒന്നാമത്തെ ബയാൻ ചെയ്യുന്ന ആൾ എന്നുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എന്ത് പറയും? ശാരി എന്ന് പറയും. ഇങ്ങനെ അള്ളാഹു തആല നബിതങ്ങളിലേക്കും നബിതങ്ങൾ ജനങ്ങളിലേക്കും ബയാൻ ചെയ്ത് അറിയിക്കപ്പെട്ട കാര്യമാണ് എന്നുള്ളവർക്ക് ശരീഅത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശരീഅത്ത് തന്നെ ഫഈലത്ത് വസ്നാണ്. ഫഈലത്ത് വസ്ന് ഫായിലത്തിന്റെ മാനക്കും മഫ്ഊലത്തിന്റെ മാനക്കും വരും. ഇവിടെ മഫ്ഊലിന്റെ മാനക്ക്, അതാ മശ്റൂഅത്ത് എന്ന് കൊടുത്ത്. ഫഈലാണ് വസ്ന്, ഫഈൽ വസ്ന് ഫായിലിന്റെ മാനക്കും വരും, മഫ്ഊലിന്റെ മാനക്കും. ഇവിടെ മഫ്ഊലിന്റെ മാനക്ക മശ്റൂ ആക്കപ്പെട്ടത് എന്നാണ് ബയാൻ ചെയ്യപ്പെട്ടത്. അപ്പോ മൂന്ന് പറഞ്ഞാലും അതിൽ മില്ല എന്ന് പറഞ്ഞാലും അതിൽ ദീൻ എന്ന് പറഞ്ഞാലും അതിൽ ശരിയ എന്ന് പറഞ്ഞാലും വായന ഒന്ന് തന്നെയാണ്. മൂന്ന് ഇത്തിബാറാണ് വായന. നീ മനസ്സിലാക്കിക്കൊള്ളണം. അന്നൽ ഫലാസിഫത്ത കമാ ഖാലു, ഫലാസിഫത്ത് പറഞ്ഞതുപോലെ തൈസീരി തബായി, പ്രകൃതികളാണ് തൈസീർ ചെയ്യുന്നതെന്നോ അതുപോലെ തന്നെ വലിയ എല്ലത്തുകളാണ് തൈസീർ ചെയ്യുന്നത് എന്നും പറയുമ്പോൾ തന്നെ ഖാലു, ഈ ഫലാസിഫത്ത് പറയുന്നത് ഇന്നൽ വാജിബുൽ വുജൂദ്, വാജിബുൽ വുജൂദാവുന്ന ഹഖ് തആല അസ്റ ഫിൽ ആലം, അല്ലാഹു തആല ഈ ആലത്തിൽ തൈസീർ ചെയ്യുന്നുണ്ട്. എങ്ങനെ? നമ്മൾ വിശ്വസിക്കുന്നത് ഫായിൽ മുഖ്താറായിട്ടാണ്. ഇവരങ്ങനെയല്ല, ബിൽ ഇല്ലത്തി, അള്ളാഹു തആല ഈ ആലമിന്റെ ഇല്ലത്ത് താമത്താണ്. അപ്പൊ ഈ ആലം മുഴുവനും അള്ളാഹുവിൽ നിന്നിട്ടുണ്ടായത് ഒരു ഇഖ്തിയാർ കൊണ്ടല്ല, മറിച്ച് ഇല്ലത്ത് താമത്ത് എന്നൽക്ക് ഇഖ്തിറാറം വരികയാണ്. ഇല്ലത്തും ഫീഹി, ഈ ആലമിന്റെ വിഷയത്തിൽ അള്ളാഹു തആല ഇല്ലത്താണ് എന്നാണ് അവർ പറയുന്നത്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹ് ഖദീമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. വാജിബുൽ വുജൂദ് അല്ലെ, വാജിബുൽ വുജൂദ് ആണെങ്കിൽ ഖദീമാവണം. അപ്പൊ ഖദീമാണ് അള്ളാഹു എന്ന് വരുമ്പോൾ ഇന്നൽ ആലം ഖദീം. അപ്പൊ അതിന് അനിവാര്യമായി വരുന്ന ഒരു ഖൗലാണ് ആലം ഖദീമാണ്. എന്താ അങ്ങനെ? അള്ളാഹ് ഖദീമാണ് എന്നതുകൊണ്ട് ആലം ഖദീമായി കൊള്ളണമെന്നുണ്ടോ? ആ ഇല്ലത്താണെന്ന് പറഞ്ഞാൽ വേണം. കാരണം എന്താണ്? ലിഅന്നഹു യൽസമു മിൻ ഖിദമിൽ ഇല്ലത്തി, ഇല്ലത്താവുന്ന അള്ളാഹ് ഖദീമാണെങ്കിൽ അനിവാര്യമാണ് ഖിദമുൽ മഅലൂലി, മഅലൂലാവുന്ന ആലമും ഖദീമാകുക എന്ന് പറഞ്ഞാൽ ഇല്ലത്ത് താമത്തിന് തൊട്ട് മഅലൂല് പിന്തൂല, തഅഖുർ ചെയ്യൂല. അപ്പൊ അള്ളാഹു തആല ഇല്ലത്ത് താമത്തായിട്ടാണ് തഫ്സീർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹു ഖദീമായതുപോലെ ആലവും ഖദീമാണ് എന്ന മറ്റൊരു കുഫ്രിയത്തിലേക്ക് അവർ ചെന്ന് ചാടുന്നു. അങ്ങനെ വരുമ്പോൾ വഖദ് അസ്ബത്തു ലഹു തആല, ഈ ഫലാസിഫത്ത് അള്ളാഹ്ക്ക് സ്ഥിരപ്പെടുത്തിയത്
അതുമിൽ ഇഖ്തിയാർ, ഇല്ലത്ത് താമത്തിന് പിന്നെ ഇഖ്തിയാർ ഇല്ല. അതുപോലെ തന്നെ അതുമിൽ ഖുദ്റത്തി, ഖുദ്റത്തും ഇല്ല. ഇല്ലത്ത് താമത്ത് മുദ്തറ. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ അന്തരീക്ഷത്തിൽ കെട്ടിത്തൂക്കപ്പെട്ട ഒരു നൂല് പോലെയെന്ന്. അതിനിപ്പോ ഖുദ്റത്തും ഇല്ല ഇഖ്തിയാറും ഇല്ലല്ലോ. കാറ്റടിക്കണതിന്റെ ഇതിൽ ഇങ്ങനെ ആടുക എന്നല്ലാതെ എന്താ എന്താ ഖുദ്റത്താള്? അങ്ങനെയാണ് അല്ലാഹു തആല എന്ന് വരും. വലാ ശക്ക ഫീ കുഫ്രി മിനൽ മുസ്ലിമീൻ, ഇങ്ങനെ വിശ്വസിച്ചവർ കാഫറാണ് എന്നത് മുസ്ലിം സമുദായത്തിൽ ഒരാൾക്കും തർക്കമില്ല. അത് അഹ്ലു മില്ലത്തിന്റെ അടുക്കൽ അവർ കാഫറാണ് എന്നല്ല ഒരു കാരണം. വൽ ഹാസിലു, ആകത്തുക പറഞ്ഞാൽ അന്നൽ ഫായില, ഈ ലോകത്ത് തഫ്സീർ ചെയ്യുന്ന ഫായിൽ ബിഹസ്ബിൽ ഫർളി, മനുഷ്യരുടെ സങ്കല്പം അനുസരിച്ച്, അഥവാ തഖ്ദീർ, അവരുടെ കണക്ക് കൂട്ടൽ അനുസരിച്ച് സലാസത്തും, 3 തരം ഫായിലുണ്ട് എന്നാണ് കണക്ക് കൂട്ടൽ. ഏതാണെന്ന്? ഒന്ന് ഫായിലും ബിത്തബ, പ്രകൃതി കൊണ്ട് തഫ്സീർ ചെയ്യുന്നത്. രണ്ടാമത്തത് ഫായിലും ബിൽ ഇല്ലത്തി, ഇല്ലത്ത് കൊണ്ട് തഫ്സീർ ചെയ്യുന്നത്. മൂന്നാമത്തത് ഫായിലും ബിൽ ഇഖ്തിയാർ, ഇഖ്തിയാർ കൊണ്ട് ഫായിൽ. അതാരാ ഇഖ്തിയാർ കൊണ്ടുള്ള ഫായിൽ പറഞ്ഞാൽ തഫ്സീർ ചെയ്യല്? വഹുവ, ഈ ഫായിലും ബിൽ ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ അല്ലദീ, ഒരാളാണ്, ഇൻഷാ ഫഅല വ ഇൻഷാ, ഒരു സ്വാതന്ത്ര്യം പോലെ, വേണമെന്ന് വെച്ചാ വേണം ചെയ്യും, വേണ്ടാന്ന് വെച്ചാൽ ചെയ്യാതിരിക്കും. അതിന് വേണമെങ്കിൽ ചെയ്യാനും വേണ്ടെങ്കിൽ ചെയ്യാതിരിക്കാനും കഴിവുണ്ട്. ഇങ്ങനെ 3 രീതിയിലെ അല്ലാഹു തആലാന്റെ ഫിഅലിനെ തഖ്ദീർ ചെയ്യാൻ കഴിയുള്ളൂ. ഇതിൽ വകുല്ലുഹ, ഈ 3 അഭിപ്രായവും ഖാല ബിഹൽ ഫലാസിഫത്തു, ഇല്ലത്ത് കൊണ്ട് തഫ്സീർ ചെയ്യുന്ന ഫായിലും ഉണ്ട്, തബീഅത്ത് കൊണ്ട് തഫ്സീർ ചെയ്യുന്ന ഫായിലും ഉണ്ട്, ഇഖ്തിയാർ കൊണ്ട് ചെയ്യുന്ന ഫായിലും ഉണ്ട്. ഏതാണ്? വസാലിസു, ഇഖ്തിയാർ കൊണ്ട് ഫേൽ ചെയ്യുന്നത് കൽ ഇൻസാനി, മനുഷ്യൻ ഫായിൽ മുഖ്താറാണ്. എന്താ എന്തോവും ഈ ഫലാസിഫത്തിന് അല്ലാഹു തആല മജ്ബൂറാണ്, അവന് ഇഖ്തിയാറില്ല, അവൻ മുഖ്തറാണ്. എന്നാ ഈ മനുഷ്യന്മാർക്ക് അവന്റെ അഫ്ആൽ ഇഖ്തിയാരിയത്തിലോ ഓൽക്ക് ഇഖ്തിയാറുണ്ട്. ഇതൊക്കെ ഫലാസിഫത്തിന്റെ ദലാലത്ത. എന്നാൽ അമ്മൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങളിൽപ്പെട്ട എല്ലാ കക്ഷിയും ഫലം യഖൂലു, അവർ അള്ളാഹുവിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല, ഇല്ല ബിൽ അഖീർ, ഫായിൽ മുഖ്താർ, ഫായിലും ബിൽ ഇഖ്തിയാർ. അല്ലാഹു തആല ഫായിലും ബിത്തബഉ അല്ല, ഫായിലും ബിൽ ഇല്ലത്തും അല്ല, മറിച്ച് ഫായിലും ബിൽ ഇഖ്തിയാറാണ്. എന്നാ നമ്മളൊക്കെ ഫായിലും ബിൽ ഇഖ്തിയാറാണോ? അതിന് പറയുന്നത് സുമ്മ ഹുവ, ഈ ഫായിലും ബിൽ ഇഖ്തിയാർ എന്ന് പറയുന്നത് മഖ്സൂസുൻ ബിൽ വാഹിദിൽ ഖഹ്ഹാർ സുബ്ഹാനഹു വ തആല, സർവാധിപതിയായ ഒരുവനായ അള്ളാഹുൽ മാത്രം ഖാസാക്ക. അള്ളാഹു തആലയാണ് എല്ലാത്തിലും ഫായിൽ മുഖ്താർ. പടപ്പുകളോ, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അധിക കാര്യങ്ങളിലും, പ്രത്യേകിച്ച് അൽ ഉമൂറു, 2 ജാതി കാര്യം പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ, തക്വീനിയായ ഉമൂറുകളിൽ പടപ്പുകൾ മജ്ബൂറാണ്, ഇഖ്തിയാറില്ല. അതേ സമയത്ത് തശ്രീഇയായ കാര്യങ്ങളിൽ പടപ്പിന് ഇഖ്തിയാറുണ്ട്, തഫ്സീറില്ല. തഫ്സീർ അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, ഇഖ്തിയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവന്റെ കസ്ബ് ഇഖ്തിയാറിന് താബിയായിട്ട് അള്ളാഹു തആലയുടെ ഖദീമായ ഖുദ്റത്ത് താലൂക്ക് ചെയ്യുള്ളൂ എന്ന് അവിടെ കഴിഞ്ഞു. ഇനി 3ാമത്തെ ഒരു കക്ഷിയുണ്ട്, നമ്മളെ വഹാബി കൂട്ടർ തുടങ്ങിയിട്ട് വഹാബി മൗദൂദികളൊക്കെ പറയുന്ന ഒന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.